ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ഇത് കേൾക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് ജസ്റ്റ് ഒരു നഴ്സറി റൈം ആയിരിക്കും. പക്ഷെ എനിക്ക് ദിസ് വൺ ലൈൻ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ റൈം ചേഞ്ച്ഡ് മൈ ലൈഫ്. സോ ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. ഐ എം ട്വിങ്കിൾ ശീതൽ. എൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റൈമായിട്ടുള്ള കണക്ഷൻ ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ. ദിസ് ഈസ് ഹൗ മൈ ഫ്രണ്ട്സ് യൂസ് ടു ടീസ് മീ. അതായത് ചെറുപ്പം മുതലേ ഞാൻ കേട്ടുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്, നീ എന്താടി, വാട്ട് യു ആർ. നന്നേ ചെറുപ്പത്തിൽ കേൾക്കുന്ന ഒരാൾക്ക് ഇത് കേട്ട് കേട്ട് എൻ്റെ മനസ്സിലും തലയിലൊക്കെ ഇതങ്ങോട്ട് കയറി കൂടിയൊരു ചോദ്യമായിട്ട്. സോ ഇമാജിൻ, നിങ്ങൾ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഹൂ യു ആർ എന്ന് ചോദിക്കുകയാണ്. ആൾ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരം തരാം? ഹായ്, എൻ്റെ പേരിന്നതാണ്, ഞാൻ ഇന്ന ദമ്പതികളുടെ മകൻ ഓർ മകളാണ്, ഞാൻ ഇന്ന വീട്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. സോ ഹാഫ് ഓഫ് ഹൂ യു ആർ ഈസ് ഓൾറെഡി ഡിസൈഡഡ് ഈവൻ ബിഫോർ യു ആർ ബോൺ. അങ്ങനെയാണ് എനിക്ക് ഈ പേര് കിട്ടിയത്. എൻ്റെ അച്ഛനെയാണ് നമ്മൾ ഇതിൽ സ്മരിക്കേണ്ടത്, അദ്ദേഹം തന്ന പേരാണിത്. സോ ദ അതർ ഹാഫ് ഓഫ് ഹൂ യു ആർ ഇസ് സംതിങ് വാട്ട് അവർ സൊസൈറ്റി, ടീച്ചേഴ്സ്, പാരൻസ് ടീച്ചേഴ്സ് എസ്. ലൈക്ക് നമ്മുടെ മോറൽ ബിലീഫ്സ്, വാല്യൂസ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഹൂ യു ആർ എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന ഒരു സോളിഡ് ആൻസർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ കുടുങ്ങിയ ചോദ്യം വാസ് വാട്ട് യു ആർ എന്നുള്ളതായിരുന്നു. ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ട് ഒരു മനുഷ്യനോട് ചെന്നിട്ട് നീ എന്താടാ അല്ലെങ്കിൽ എന്താടി എന്ന് നമ്മൾ ചോദിക്കുമോ? ചോദിക്കില്ല. ഒരു റോബോട്ടിനോട് ചിലപ്പം അതിൻ്റെ ടെസ്റ്റിംഗ് ടൈമിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് വാട്ട് യു ആർ എന്ന് ചോദിക്കുമ്പോൾ റോബോട്ട് പറയും ഐ ആം എ റോബോട്ട്. അതുപോലെ മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ട് ഒരു മനുഷ്യനോട് ചെന്നിട്ട് നമ്മൾ എന്താണെന്ന് ചോദിക്കണത് പോസിബിൾ അല്ല. ബട്ട് അതാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. സോ ഇതിങ്ങനെ ഉള്ളിൽ കൂടി സോ ഇന്റർനെറ്റ് വന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ആൻഡ് ഇന്റർനെറ്റ് സെഡ് വാട്ട് യു ആർ ഇസ് എ ലേബൽ ഓർ ടൈറ്റിൽ വിച്ച് യു ബിലോങ് ടു. അതായത് ഇഫ് യു സേ ഐ എം എ സ്റ്റുഡൻറ്, ഐ എം ഇന്ത്യൻ, ഐ എം എ ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻ, അപ്പം അങ്ങനെയൊക്കെ പറയുന്നതാണ് ഇസ് വാട്ട് യു ആർ എന്നുള്ളതിൻ്റെ ഉത്തരം. പക്ഷെ ഇതൊക്കെ എനിക്ക് എന്നെക്കുറിച്ച് ഓൾറെഡി അറിയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലത്തെ ചോദ്യത്തിന് കംപ്ലീറ്റ് ചെയ്യുന്ന, എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ആൻസർ എനിക്ക് അപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ പയ്യെ കുറേ ട്രയൽ ആൻഡ് എറേഴ്സിൽ നിന്നും എൻ്റെ വലിയ പരാജയങ്ങളിൽ, ചെറിയ വിജയങ്ങളിൽ നിന്നും ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരമുണ്ട് ഫോർ വാട്ട് യു ആർ എന്നുള്ളതിന്. ബിഫോർ ഐ സേ ദാറ്റ്, ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ഒരു ഉത്തരമാണ്. ഐ എം നോട്ട് ഗിവിംഗ് എ ഡിക്ഷണറി മീനിങ് ഓഫ് വാട്ട് ഐ ആം, ഐ എം ഗിവിംഗ് മൈ മീനിങ് ഓഫ് വാട്ട് ഐ ആം. സോ ഹിയർ ഇറ്റ് ഗോസ്. Who you are is what world gives you, but what you are is what you give the world. Who you are is your foundation, but what you are is your creation. It is something that you earn for yourself through the skills you build. Wow. ആ ടൈമിൽ ഞാനൊരു കയ്യടി പ്രതീക്ഷിച്ചിരുന്നില്ല. ബട്ട് സ്റ്റിൽ it is something that you earn for yourself through the choices you make, through the skills you build. At the end of the day, it is the work that truly makes you happy. ഇത് ഞാനിങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അത് വല്ലാത്തൊരു കഥയാണ്. ഇനിയാണ് നമ്മൾ ആ കഥയിലേക്ക് കിടക്കുന്നത്. റെഡി ഫോർ എ സ്റ്റോറി? യെസ്, കഥ ചൊല്ലാൻ പോവാണ് കേട്ടോ. ഓക്കെ. സോ ഐ വാസ് ബോൺ ഇൻ ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. ഈവൻ ഐ ആം എ മിഡിൽ ചൈൽഡ്. ഞാൻ എൻ്റെ സ്കൂളിംഗ് ടൈമിലൊക്കെ ഒരു മീഡിയം ഓക്കെ കിഡായിരുന്നു. LP സ്കൂളിംഗ് ടൈമിലൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുത്തിട്ടില്ല. സ്പൂൺ റേസിങ്, തവളച്ചാട്ടം പോലുള്ള പരിപാടീസ് ഉണ്ടെങ്കിലും വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് UP സ്കൂളിങ്ങിലേക്ക് വന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ ഒട്ടുമിക്ക കുട്ടികളും ഒരുവിധം എല്ലാ കോമ്പറ്റീഷൻസിനും പേര് കൊടുക്കും. യൂത്ത് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത്, കലോത്സവം വരുന്ന സമയത്ത് ഗേൾസ് കൂടുതലും പേര് കൊടുത്തിരുന്നത് ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ജസ്റ്റ് ടു ബങ്ക് ദ ക്ലാസ് ഇൻ ദ നെയിം ഓഫ് പ്രാക്ടീസ് സെഷൻ. വേറൊരു പരിപാടിയില്ല. ബട്ട് സ്റ്റിൽ അവർ പേര് കൊടുത്തിരുന്നു, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എനിക്കാണെങ്കിൽ ഡാൻസ് കളിക്കാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല, അഭിനയിക്കാൻ അറിയില്ല, ക്രിയേറ്റീവായിട്ടൊന്നും ബിൽഡ് ചെയ്യാനോ മേക്ക് ചെയ്യാനോ അറിയില്ല. സോ എൻ്റെ ഫെല്ലോ ഇൻട്രോവേർട്സ് ക്ലാസ്മേറ്റ്സുകളുടെ ഇടയിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ബ്രോ എനിക്കൊരു കഴിവില്ലേ? ലൈക്ക് ഈ പഠിപ്പ് മാറ്റി നിർത്തിയ വാട്ട് ഐ ആം. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഞാൻ എന്നോട് തന്നെ ആ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ഞാനെന്നുള്ളത്. ആൻഡ് ദാറ്റ് റിയലി ചേഞ്ച്ഡ് സംതിങ് ഇൻസൈഡ് മീ. അന്ന് ഞാൻ കണ്ണും പൂട്ടി രണ്ടും കൽപ്പിച്ച് 2 കോമ്പറ്റീഷൻസിന് പേര് കൊടുക്കുകയാണ്. ഒന്ന് മോണോ ആക്ട്, ഒന്ന് സ്റ്റോറി റൈറ്റിംഗ്. ആഫ്റ്റർ 3 years ഓഫ് കണ്ടിന്യൂസ് പാർട്ടിസിപ്പേഷൻ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്റ്റോറി റൈറ്റിങ്ങിൽ ഞാനൊരു ആവറേജ് ആയിരുന്നു, അവിടെയും നമ്മൾ മീഡിയം. ആൻഡ് മോണോ ആക്ടിൽ ഞാനൊരു അട്ടർ ഫെയിലിയർ ആയിരുന്നു. ബിക്കോസ് 5ാം ക്ലാസ്സിൽ ഞാൻ മോണോ ആക്ടിന് സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ അങ്ങനെ കോമഡിയൊക്കെ കാണിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയി. 6ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റേജിൽ കയറിയപ്പോൾ കർട്ടൻ മാറ്റിയത് എനിക്ക് ഓർമ്മയുള്ളൂ. എല്ലാവരും കൂവുന്ന്, കളിയാക്കി ചിരിക്കുന്നു, പേര് വിളിക്കുന്നു, കളിയാക്കി. ആൻഡ് എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദി മോസ്റ്റ് എംബാരസിങ് മൊമെന്റ്സിൽ ഒന്നാണത്. ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് ഫ്രോസ് ആയിപ്പോയി.
കർട്ടൻ വീണു, ടീച്ചർ എന്നെ താഴത്തേക്ക് ഇറക്കി വിട്ടു. ഓഡിയൻസിന് തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ പ്രീവിയസ് ഇയറിന്റെ ആ പെർഫോമൻസ് അത്രയും ബാഡ് ആയിരുന്നു. അവർക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് കൂവാൻ തോന്നിയാൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്, കൈയടിക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ. ബട്ട് അതെൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു പേടിയും വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റിയാണ് ഉണ്ടാക്കിയത്. ടു ബി ഓണസ്റ്റ്, 7ാം ക്ലാസ്സിൽ ഞാൻ ഒരു കോമ്പറ്റീഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. മോണാക്ട് ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞേ നോക്കിയില്ല. 8th വീണ്ടും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ചോദ്യം, എന്താണ് ഞാൻ, വാട്ട് ആം ഐ, എന്താണ് എൻ്റെ ഉള്ളിലെ കഴിവ്, അതറിയാണ്ട് ഒരു ഇരിക്കപ്പുറത്തില്ലാത്ത പോലെ. അങ്ങനെ 8ാം ക്ലാസ്സിൽ ഞാൻ ഒറ്റൊരു കോമ്പറ്റീഷനാണ് പേര് കൊടുത്തത്, എക്സ്റ്റംബർ. നിമിഷ പ്രസംഗത്തിന് പേര് കൊടുക്കാനുള്ള എൻ്റെ ആകെ ഒരു കോൺഫിഡൻസ് that was not in front of a large number of audience and it was not on a big stage. അതൊരു ചെറിയ ക്ലാസ് റൂമിൽ വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. സോ നാണം കെട്ടാലും കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ടാൽ മതി. അതായിരുന്നു എൻ്റെ ഏക ഒരു കോൺഫിഡൻസ്. അങ്ങനെ പേര് കൊടുത്തു. കോമ്പറ്റീഷൻ്റെ ഡേ വന്നു. അതിൻ്റെ കോർഡിനേറ്റർ കുട്ടി എന്നെ ഒരു empty ക്ലാസ് റൂമിൽ കൊണ്ടുപോയി എനിക്കൊരു ടോപ്പിക്കും അത് പ്രിപ്പയർ ചെയ്യാൻ 5 minutes സമയം തന്നു. അങ്ങനെ ആ empty ക്ലാസ് റൂമിൽ 5 minute ആ ടോപ്പിക്കിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കണ്ണടച്ചിരുന്ന് എനിക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല ആ ടോപ്പിക്കിനെ കുറിച്ച് പല കാര്യങ്ങൾ കണക്ട് ചെയ്യാനും അതിനൊരു ത്രൂ ഔട്ട് 1 minute സംസാരിക്കാനുള്ള ഒരു സ്പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ സംസാരിക്കാനുള്ള ഒരു സംഭവം എന്നെ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് എൻ്റെ ചെസ് നമ്പർ വിളിച്ചപ്പം എൻ്റെ ചെസ് നമ്പർ 2 ആയിരുന്നു. ഞാൻ ചെന്ന് നിന്നു. ആൻഡ് ഞാൻ ആ സ്പീച്ച് ഡെലിവർ ചെയ്യണ ദാറ്റ് മൊമെന്റ് ഐ ന്യൂ ഐ ക്യാൻ ഡു ദിസ് തിങ്. ഇതാണ് നമ്മുടെ ഐറ്റം, ഇതാണ് നമ്മുടെ സംഭവം. നല്ല പേടിയുണ്ടായിരുന്നു, നല്ലപോലെ വെള്ളി മീൻസ് വാക്കുകൾ കുഴഞ്ഞു മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അത് എൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ മൊമെന്റിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്, ഇത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഇതാണ് നിന്റെ സംഭവം എന്നുള്ളത്. To reach that point, it took me years, like 4 years. 4 years of embarrassing moments, 4 years of insecurity, 4 years of teasing. But still, ഞാൻ ട്രൈ ചെയ്തു and I showed up for myself. അങ്ങനെ പയ്യെയാണ് ഞാൻ അറിയുന്നത് RJ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കുറിച്ച്, റേഡിയോ ജോക്കി. സോ ഇറ്റ് റിയലി ഫാസിനേറ്റഡ് മീ. ലൈക്ക് ഒരാളുടെ കണ്ണിൽ നോക്കാതെ നമ്മൾ വോയിസ് മാത്രം വെച്ചുകൊണ്ട് 1000കണക്കിന് ആൾക്കാരെ പിടിച്ചിരുത്തുന്ന ഒരു പരിപാടി. അതറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. വലുതായി പഠിച്ചു കഴിഞ്ഞാൽ ഇതാവണമടാ എൻ്റെ ജോലി എന്നുള്ളൊരു കോൺഫിഡൻസ് എൻ്റെ ഉള്ളിൽ വന്നു. ഈ റിയലൈസേഷൻ വന്നപ്പോൾ ഞാൻ ആദ്യം പോയി പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ അടുത്താണ്. ബട്ട് അച്ഛൻ റിയലി ബ്രോക്ക് മൈ ഹാർട്ട്. അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് തീരെ സെക്യൂരിറ്റി ഇല്ലാത്തൊരു ജോബാണ്, നിന്റെ നാളെ സൗണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവർ ജോലി എന്ന് പറഞ്ഞു വിടും, നിന്റെ വോയിസ് അത്ര അട്രാക്റ്റീവ് ഒന്നുമല്ല, അപ്പം ആൾക്കാർ എന്തിനും നിന്നെ കേട്ടിരിക്കണം. ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നുള്ള കുട്ടി എന്നുള്ള നിലയിലും ഈ RJ ഫീൽഡിലേക്ക് വലിയ എക്സ്പോഷർ ഇല്ലാത്ത ഒരാളെന്നുള്ള നിലയിലും ലോകം കണ്ട അച്ഛൻ പറഞ്ഞതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഉള്ളിലെ ആ ഒരു ആഗ്രഹത്തിന് ഞാൻ മണ്ണിട്ട് കുഴിച്ചുമൂടി. എനിക്ക് ഉറപ്പാണ് ഇന്ന് എൻ്റെ ഈ കൂടെ ഓഡിയൻസിലിരിക്കുന്ന എല്ലാവരും അവരുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും, വാട്ട് യു വാണ്ട് ടു ബിക്കം വെൻ യു ഗ്രോ അപ്പ് എന്നുള്ളത്. കേട്ടിട്ടില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ട് ലൈഫിൽ ഒരു മൊമെന്റിൽ അല്ലേ. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിൽ, അതായത് ഞാൻ പഠിച്ച എൻ്റെ 10ാം ക്ലാസ്സിൽ 47 സ്റ്റുഡൻസിൽ 5-6 ആൾക്കാർ മാത്രമാണ് അവർ അന്ന് പറഞ്ഞ ആ പ്രൊഫഷനിൽ ഇന്ന് സെറ്റിൽ ആയിട്ടുള്ളൂ. ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കെ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കറക്റ്റ് ഉത്തരം വേണം എന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ഇറ്റ്സ് ടോട്ടലി ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ. ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും കണ്ണും പൂട്ടി ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചർ എന്നൊക്കെ പറഞ്ഞപ്പം എന്നോട് എൻ്റെ ടീച്ചർ ഇത് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞത് RJ എന്നല്ല, മറിച്ച് ഡോക്ടർ എന്നാണ്. Even though I knew that I wanted to be an RJ, I said doctor because it was forced upon me. It was forced upon me by my father. Even എൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കിൽ, അതായത് 10th നമുക്ക് ഫ്രണ്ട്സ് ഓട്ടോഗ്രാഫ് എഴുതാൻ തരുമല്ലോ, സ്ലാം ബുക്ക്, ഓട്ടോഗ്രാഫ് ബുക്ക്, അതിൽ പേര്, ഫേവറേറ്റ് ആക്ടർ, ആക്ട്രസ് ഒക്കെ കഴിഞ്ഞ് താഴെ എംബിഷൻ്റെ അവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് RJ ബ്രാക്കറ്റിൽ പാഷൻ, ആയുർവേദ ഡോക്ടർ ബ്രാക്കറ്റിൽ പ്രൊഫഷൻ. ബിക്കോസ് അച്ഛൻ അതാണ് പറഞ്ഞത്. അങ്ങനെ ബട്ട് ആ ഒരു ഫോഴ്സിങ് ഈസ് നെവർ ഓക്കെ. നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ എന്തായി തീരണം എന്നുള്ളത് കണ്ടുപിടിച്ചില്ലെങ്കിലും അത് ഓക്കെയാണ്. പക്ഷെ വേറൊരാൾ നമ്മുടെ അടുത്ത് നീ ഇന്നതാവണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യണത് ഈസ് നെവർ ഓക്കെ. അങ്ങനെ 10 കഴിഞ്ഞു, +2 എത്തി. +2 കഴിഞ്ഞു, അച്ഛൻ പറഞ്ഞു നീറ്റിന് പ്രിപ്പയർ ചെയ്യണം. ഞാൻ പറഞ്ഞു അച്ഛൻ ഇത് എന്നെ കൊണ്ട് പറ്റണ പരിപാടിയല്ല. ഞാൻ കരഞ്ഞു കാല് പിടിച്ചു, അച്ഛൻ സമ്മതിച്ചില്ല. ഞാൻ പ്രാക്ടിക്കലി അച്ഛനെ അപ്രോച്ച് ചെയ്തു. അച്ഛൻ ഞാൻ ബൈ ഹാർട്ടിങ്ങിൻ്റെ ആളാണ്, എക്സാമിന് വേണ്ടി മാത്രമേ ഞാൻ പഠിക്കുള്ളൂ, പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകും. അത് കഴിഞ്ഞ് ഞാനിതൊരു മനുഷ്യ ശരീരത്തിൽ എങ്ങനെ പരീക്ഷിക്കുക, ഞാൻ അറിയാതെ ഒരാളെ കൊന്നുപോയിന്ന് വരും. അച്ഛൻ സമ്മതിച്ചില്ല.
അങ്ങനെ നീറ്റ് എഴുതി റിസൾട്ട് വന്നു. റിസൾട്ട് കണ്ടപ്പോൾ അച്ഛന് മനസ്സിലായി ഇത് ഇവളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. അങ്ങനെ അച്ഛന്റെ വായിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാക്കുകൾ കേൾക്കാണ്, നീ എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്. +2 കഴിഞ്ഞ് ദാറ്റ് മൊമെന്റ് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് മൊമെന്റ് ആണത്. ഞാൻ ആ കോഴ്സ് എടുത്തു. എൻ്റെ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു, 4 ആൾക്കാർ അറിയുന്ന ഒരു RJ ആയിട്ട് അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം, അച്ഛന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളത്. പയ്യെ താങ്ക് യു. പയ്യെ ഞാൻ കോളേജസ് കണ്ടക്ട് ചെയ്യുന്ന RJ ഹണ്ട് കോമ്പറ്റീഷൻസ് വരും, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി, പ്രൈസസ് വിൻ ചെയ്യാൻ തുടങ്ങി. വെഡ്ഡിങ്സിനൊക്കെ MC ആയിട്ടോ ആങ്കറൊക്കെ ആയിട്ട് പോയിട്ട് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ഇൻഡിപെൻഡന്റ് ഗേൾ പരിപാടികളൊക്കെ നൈസായിട്ട് എത്തി തുടങ്ങിയ ഒരു ടൈമാണ്. ട്യൂഷൻ എടുക്കാൻ തുടങ്ങി വീട്ടിൽ. അങ്ങനെ അതൊരു സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ എൻ്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനും തുടങ്ങി, പേഴ്സണലി ഒറ്റയ്ക്ക് തന്നെ. And there are 5 things that really helped me through that journey that I would like to share with you all. ചിലപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഹെൽപ്പ് ആയാലോ എന്ന് ഓർത്തിട്ടാണ്. സോ നമ്പർ 1, ടോക്ക് ടു യുവർ സെൽഫ് ലൗഡ്ലി. ലൈക്ക് 4 ആൾക്കാർ ഇരിക്കുക ഉറക്കം സംസാരിച്ചാൽ നമുക്ക് പ്രാന്താണെന്ന് പറയും. ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഉറക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു വിത്ത് യുവർ ക്ലാരിറ്റി വൈൽ സ്പീക്കിംഗ്. ആൻഡ് ട്രൈ ടു ടോക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഇത് നിങ്ങളുടെ ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ്, ജെസ്റ്റേഴ്സ് ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് തിങ്, റാൻഡം വേർഡ് എക്സസൈസ്. നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും റാൻഡം വേർഡ് നിങ്ങൾ പിക്ക് ചെയ്യുക. ഇപ്പം ചെയർ, ID കാർഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. എന്നിട്ട് അതിനെക്കുറിച്ച് സ്പോണ്ടേനിയസ്ലി സംസാരിക്കാനായിട്ട് നോക്കുക. റെക്കോർഡ് ഇറ്റ് ആൻഡ് റിവൈസ് ഇറ്റ്. എന്താണ് തെറ്റുകൾ വന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് റിയലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ആ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടും. ദെൻ ഓൾസോ ഇറ്റ് റിയലി ഹെൽപ്പ് മീ ടു തിങ്ക് ഫാസ്റ്റർ ഓൺ മൈ ഫീറ്റ്. അപ്പം നിങ്ങൾക്കും ആ ഒരു സ്പോണ്ടേനിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. തേർഡ് തിങ്, ഒബ്സർവേഷൻ. നിങ്ങളിപ്പോൾ കോളേജിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് ഓഫീസിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡേ നിങ്ങൾ ഒബ്സർവ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും കണ്ണടച്ചിരുന്ന് ഒരു സ്റ്റോറി പോലെ നറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ആ ഫ്ലോനെയും നിങ്ങളുടെ മെമ്മറീനെയും ഒക്കെ റിയലി ഹെൽപ്പ് ചെയ്യും. അടുത്തത്, നമ്മളൊരു സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് എത്ര വലിയ ബിഗ് ഷോട്ട് ആയാലും എത്ര വലിയ ചെറിയ ആളായാലും അവർക്കൊരു നെർവസ്നെസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി നാച്ചുറൽ. അത് നെർവസ് ആവുകയാണ് ഞാനെന്നുള്ള ഫാക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഡോണ്ട് ട്രൈ ടു ഫൈറ്റ് ഇറ്റ്. പിന്നെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഗുഡ് ടു ഗോ. അടുത്തത്, സ്റ്റേജിൻ്റെ അവിടെ കഴിഞ്ഞ് എക്സസൈസ് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറി സ്റ്റേജിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും, പെട്ടെന്ന് തന്നെ ഒരു ഇരുട്ട് മൂടിയ പോലെ ആയിരിക്കും. സോ ട്രൈ ടു ഫൈൻഡ് എ കോമൺ പോയിന്റ്. അത് ചിലപ്പോൾ നിങ്ങളെ ആക്ച്വലി ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. ആ ആളെ തന്നെ നോക്കി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റിൽ വരുന്ന വാളിൽ ഐ ലെവലിൽ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതിൽ നോക്കി സംസാരിക്കുക. ഒരു 5-6 സ്റ്റേജ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലെ ഹോൾ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരും. സോ ദിസ് റിയലി ഹെൽപ്ഡ് മീ. ഹോപ്പ് ഇറ്റ് ഹെൽപ്പ് യു ടു. സോ ബാക്ക് ടു അവർ സ്റ്റോറി. അങ്ങനെ UG കഴിഞ്ഞു, PG കയറി. ലൈഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു U-ടേൺ എടുക്കേണ്ടി വരുന്നത്. ഞങ്ങളുടെ അച്ഛൻ്റെ മരണം അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഭയങ്കര സഡൻ ആയിരുന്നു. ആസ് എ ഫാമിലി എന്നുള്ള നിലയിൽ ഞങ്ങൾ ബോത്ത് മെൻ്റലി ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിപ്പോയ ടൈമായിരുന്നു. ബട്ട് ആസ് എ ഡോട്ടർ ഞാൻ എൻ്റെ ഉള്ളിൽ ഡെഡായ മൊമെൻറ്റിൽ ഒന്നായിരുന്നു അത്. ബിക്കോസ് ഐ വാസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. ഐ വാസ് ലോസ്റ്റ് ഫോർ അറൗണ്ട് 1.5 years. അതായത് ഞാൻ എൻ്റെ PG സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ മരണം. ഗോളും അംബീഷനൊക്കെ എൻ്റെ ഉള്ളിൽ കുത്തനെ ഒഴുകുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ മാറ്റി വെച്ച് ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. എനിക്ക് ഒന്നിനോടൊരു താല്പര്യമില്ല, ഒന്നും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. ഈവൻ ഐ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് PTSD ആൻഡ് ഓൾ. അത് എൻ്റയർലി വേറൊരു കഥയാണ്, നമുക്ക് പിന്നെ പറയാം. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഗുഡ് തെറപ്പിസ്റ്റ്, എൻ്റെ അമ്മ ആൻഡ് സം ഗുഡ് ഫ്രണ്ട്സ്, ഐ കെയിം ബാക്ക് ടു മൈ സെൻസസ്. ബിക്കോസ് നമുക്ക് അങ്ങനെ ഇരുന്ന് പോകാനും പറ്റില്ല, സിറ്റുവേഷൻ അതായി പോയി. അച്ഛനില്ല, വീട്ടിലേക്ക് ഫിനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യണം, റെസ്പോൺസിബിലിറ്റീസ് ആയി. സോ ആ സമയത്താണ് PG കഴിഞ്ഞു, നമുക്കൊരു ജോലി വേണം എന്നുള്ളൊരു തോട്ട് വരുന്നത്. അങ്ങനെ ഒരു ജോലിക്ക് തപ്പുകയാണ്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് എ ജോബ് അറ്റ് Club FM കൊച്ചി. ആൻഡ് ആഫ്റ്റർ എ സീരീസ് ഓഫ് ഇൻ്റർവ്യൂ സെഷൻസ് ആണ്. ബിക്കോസ് നോർമലി എനിക്കറിയില്ല ഒരു ജോലിക്ക് നമ്മൾ കയറുമ്പോൾ എത്ര ഇൻ്റർവ്യൂ സെഷൻസ് ഉണ്ടാവും എനിക്കറിയില്ല. മേ ബി ഒരു 4 എങ്ങാനും. ഈ ഒരു RJ ഫീൽഡിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു 5, 6, 7 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിൽ കുറേ എണ്ണം ക്രിയേറ്റീവ് ആയിരിക്കും. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ HR-ഉം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് കുറേ അധികം നമ്മുടെ തലയിട്ട് മരിപ്പിക്കുന്ന രീതിയിൽ ഇവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. നമുക്ക് എത്രത്തോളം ക്രിയേറ്റീവ്ലി പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ചെക്ക് ചെയ്യണതാണ്. സോ അതിന് ശേഷമാണ് നമുക്കൊരു RJ ആയിട്ട് ജോലി കിട്ടുന്നത്. ആൻഡ് Club FM-ൽ ഞാൻ 2 വർഷം വർക്ക് ചെയ്തതിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അത്രയും സന്തോഷിച്ച്, ഞാൻ അത്ര എൻജോയ് ചെയ്ത് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഡൗൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല, ബട്ട് ഇറ്റ് ഡിഡൻറ്റ് എഫക്റ്റഡ് ദ ജോയ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദാറ്റ് ജോബ്. ബിക്കോസ് ഫസ്റ്റ് ടൈം എവർ എൻ്റെ ലൈഫിൽ എനിക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ആ തേടി നടന്ന ഉത്തരം, ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഇതെന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഗേവ് മീ ദാറ്റ് സെൻസ് ഓഫ് വാട്ട് ഐ ആം എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഉൾവിളി, നിന്നെ കൊണ്ട് ഇതിലും കൂടുതൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്ന്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എൻ്റെ മന്ത്ലി പേയിങ് സെക്യൂർ ആയിട്ടുള്ള ജോബ് കളഞ്ഞ് അത് തപ്പാൻ പോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ടിപ്പിക്കൽ മിഡിൽ ക്ലാസ് ചിന്താഗതിയായിരുന്നു. ബട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നമ്മുടെ 100% കൊടുത്ത് മനസ്സെറിഞ്ഞ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. അങ്ങനെ ഞാൻ എൻ്റെ ക്ലബ് ഓഫ് എമ്മിൽ എൻ്റെ 100% കൊടുത്ത് വർക്ക് ചെയ്ത കാരണമാണ് അതിൻ്റെ റിസൾട്ട് എന്ന പോലെയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ പിന്നീട് എല്ലാ ഓപ്പർച്യൂണിറ്റീസും വന്നിട്ടുള്ളത്. അതിലൊന്നാണ് മഴവിൽ മനോരമ TV-യിൽ നിന്നും ഉടൻ പണം എന്ന് പറയുന്ന ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരം. അത് വന്നു, ഞാനത് തിരഞ്ഞെടുത്തു. ആൻഡ് ആ ടൈമിലും ഇറ്റ് ഗേവ് മീ ദാറ്റ് സെയിം സെൻസ് ഓഫ് ഹാപ്പിനെസ്. റേഡിയോയിൽ ഞാൻ ചെയ്തിരുന്ന അതേ സന്തോഷം തന്നെയാണ്, അതേ സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ആ ടെലിവിഷൻ റിയാലിറ്റി ഷോയും ചെയ്തത്. പക്ഷേ TV ഷോയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് തീരും. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത്? എൻ്റെ ഉള്ളിൽ ആ ടൈം വല്ലാത്തൊരു പേടിയും ഇല്ലാത്ത വെറിനെസ്സൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബിക്കോസ് തിരിച്ച് RJ ജോബിലേക്ക് കയറാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ജോബ് കോൺട്രാക്ട്സ്. കാരണം നമ്മളൊരു റേഡിയോയിൽ പിന്നെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഷോ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്രീലാൻസിങ് ആണ് ഒരു ഓപ്ഷൻ. നമ്മൾ എന്താണെന്നും നമുക്ക് സന്തോഷം നൽകുന്നത് എന്താണെന്നും തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയ ശോകം പിടിച്ച മൊമെന്റ് എന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സോ പയ്യെ ഞാൻ ഫ്രീലാൻസിങ് തുടങ്ങുകയാണ്. ടു ബി ഓണസ്റ്റ്, ഉടൻ പണം കഴിഞ്ഞൊരു 5-6 മാസത്തേക്ക് വേറൊരു ചാനലിൽ നിന്ന് ഒരു ഷോന്ന് എനിക്കൊരു കോള് പോലും വന്നിട്ടില്ല. ഞാനൊരു ആഡ് ഏജൻസിയിൽ വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഡിഡൻറ്റ് ഗിവ് മീ ദാറ്റ് ഹാപ്പിനെസ്. ഞാൻ 1-2 വേറെ അല്ലറ ചില്ലറ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. സ്റ്റിൽ ഇറ്റ് ഡിഡൻറ്റ് ഗിവ് മീ ദാറ്റ് ഹാപ്പിനെസ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യും വേണം, എന്നാൽ സമ്പാദിക്കും വേണം. അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പയ്യാണ് ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് ഇറങ്ങുന്നത്. നമുക്ക് സംസാരിക്കാൻ അറിയാം, ക്രിയേറ്റീവ് എബിലിറ്റി ഉണ്ട്, എന്തുകൊണ്ട് അതിന് ഈ ഒരു രീതിയിലേക്ക് മാറ്റിക്കൂടാ? ആൻഡ് മോനെ, അത് വേറൊരു ടേൺ ആയിരുന്നു. ബിക്കോസ് ക്രിയേറ്റിംഗ് സംതിങ് ഓൺ യുവർ ഓൺ റിയലി ഗീവ്സ് യു സം സെൻസ് ഓഫ് എന്തൊക്കെയോ ഒരു പരിപാടി. കാരണം അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് വീണ്ടും എനിക്ക് റേഡിയോയിൽ കയറിയ സമയത്ത് കിട്ടിയ ദാറ്റ് സെയിം സെൻസ് ഓഫ് ഹാപ്പിനെസ് കിട്ടുന്നത്. അപ്പൊ ഇന്നൊരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ എന്ന് ചോദിച്ചാൽ I would proudly say that I am a RJ who successfully hosted a breakfast show. I am a VJ who rockingly co-hosted a television reality show. I am a content creator who has more than 2 lakh followers on Instagram. But thank you. എനിക്കല്ല രോമാഞ്ചം വരുന്നതൊക്കെ. But to reach this point, it took me years. years എടുത്തു എനിക്ക്. And I want to thank that 10-year-old version of myself, because she was the one, like that 10-year-old version didn't give up. Like she tried, she searched, she tried, she failed, she got up again, but she showed up for herself. ആ ഒറ്റൊരാള് കാരനാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് തന്നെ എവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചു? ജസ്റ്റ് ഒറ്റൊരു തോട്ട്, വാട്ട് ഐ ആം എന്നുള്ള ബാക്കിൻ്റെ ആ ഒരു തോട്ട്. സോ ദോസ് ഹു ആർ സിറ്റിംഗ് ഹിയർ ടുഡേ, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അത്രയധികം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ ദെൻ യു ഓൾറെഡി ഫൗണ്ട് വാട്ട് യു ആർ എന്നുള്ളത്. ബട്ട് ഇഫ് യു ഹാവൻറ്റ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. ദർ ഇസ് സ്റ്റിൽ ടൈം. ഡോണ്ട് സെറ്റിൽ. ഐ നോ പറയാൻ എളുപ്പമാണ്, ഇറ്റ്സ് സ്കെയറി എന്നുള്ളത്. ഈവൻ ഐ എം സ്കെയർ. ഇപ്പം കൂടി എനിക്ക് ആ പേടിയുണ്ട് എൻ്റെ ഉള്ളിൽ. എൻ്റെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരിക, എൻ്റെ നെക്സ്റ്റ് ഗിഗ് എപ്പോഴാണ് വരിക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ കുറിച്ചൊക്കെ ഓർത്ത് എനിക്ക് ഇപ്പോഴും ഈ പോയിന്റിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കൂടി എനിക്ക് ആ പേടിയുണ്ട്. ബട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, whenever the next opportunity comes, I will give it my everything, because I know that makes me happy and I don't want to compromise on that. So നിങ്ങൾക്കും അങ്ങനെ ആ ഒരു മൊമെന്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. I hope the best for all of you. So thank you for listening to me. Have a great evening. This is RJ Twinkle signing off. Thank you.